നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തിരക്കുകൾ. കാസർഗോഡ് പരപ്പച്ചാലിലെ ജാനകിക്കും കുടുംബത്തിനും ഇനി സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാം. വായ്പാ തുക അടച്ച് ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ. പണം അടയ്ക്കാത്തതിന് പെരുവഴിയിലേക്ക് ഇറക്കിവിട്ടത് കേരള ബാങ്ക്. മുതലപ്പുഴയിലെ പ്രതിഷേധത്തിന് ഫലം. അഴിമുഖത്തെ മണൽത്തിട്ടകൾ തിങ്കളാഴ്ച മുതൽ നീക്കം ചെയ്യും. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഫിഷറീസ് സെക്രട്ടറിയുടെ ഉറപ്പ്. നടപടിയില്ലെങ്കിൽ ദേശീയപാത ഉപരോധിക്കുമെന്ന് സംരക്ഷണ സമിതി. കണ്ണൂർ ചക്കരക്കലിൽ തെരുവുനായ ആക്രമണം. കടിയേറ്റത് 30-ലേറെ പേർക്ക്. നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. വർക്കലയിലെ സ്കൂളിൽ ലഹരി ഉപയോഗിച്ച ശേഷം സ്കൂളിൽ അതിക്രമം. യുവാവ് അറസ്റ്റിൽ. ശമ്പളം കിട്ടാതെയായിട്ട് 3 മാസം. കാരശ്ശേരിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധത്തിൽ. കഞ്ഞിവെച്ച് സമരം. വേതനമില്ലെങ്കിൽ ജോലിക്ക് പോകില്ലെന്നും തൊഴിലാളികൾ. വിശദമായി നോക്കാം. കാസർഗോഡ് പരപ്പച്ചാലിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ജപ്തി നേരിട്ട കുടുംബത്തിന് ആശ്വാസം. കേരള ബാങ്കിൽ അടയ്ക്കാനുള്ള തുക അടച്ച് ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പണമടച്ചത്. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ പരപ്പച്ചാൽ ചേനറ്റാടി തൂക്കുപിലാവ് വീട്ടിൽ ജാനകിക്കും കുടുംബത്തിനും ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. നീലേശ്വരം കേരള ബാങ്ക് ശാഖയിലെ മുഴുവൻ കുടിശ്ശികയും അടച്ചു തീർത്ത് പ്രവാസി വ്യവസായി. കുടിശ്ശികയായ 1,92,000 രൂപയാണ് ആലപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണൻ ബാങ്കിൽ നേരിട്ടെത്തി അടച്ചു തീർത്തത്. വീട് ഇന്ന് തന്നെ തുറന്നു കൊടുക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. 2 ലക്ഷം രൂപ വായ്പയുടെ പേരിൽ വയോധികയും ചെറിയ കുട്ടികളും അടങ്ങുന്ന നിർധന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട വാർത്ത ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. കർഷക തൊഴിലാളിയായ മകൻ വിജേഷ് അമ്മയുമായി ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പുറത്താക്കി സാധനങ്ങളെല്ലാം പുറത്തു വലിച്ചിട്ട് വീട് പൂട്ടി കേരള ബാങ്കിന്റെ ജപ്തി നോട്ടീസ് പതിച്ചത്. റബ്ബർ തോട്ടം പാട്ടത്തിനെടുക്കാൻ വേണ്ടിയാണ് വിജേഷ് നീലേശ്വരം കേരള ബാങ്ക് ശാഖയിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പ എടുത്തത്. ഇതിനിടയിൽ വിജേഷ് തെങ്ങിൽ നിന്ന് വീണ് ചികിത്സയിലായതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി. തന്റെയും അമ്മയുടെയും രോഗാവസ്ഥ കണക്കിലെടുത്ത് തിരിച്ചടവിന് സാവകാശം അനുവദിക്കണമെന്ന് അപേക്ഷിച്ചെങ്കിലും ചെവി കൊള്ളാൻ ബാങ്ക് തയ്യാറായിരുന്നില്ല. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം മുതലപ്പുഴി അഴിമുഖത്ത് രൂപപ്പെട്ട മണൽത്തിട്ടകൾ തിങ്കളാഴ്ച മുതൽ നീക്കം ചെയ്യും. മണൽത്തിട്ട നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ മുതൽ തീരദേശ റോഡ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചിരുന്നു. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരമെന്ന് ഫിഷറീസ് സെക്രട്ടറിയുടെ ഉറപ്പിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. മുതലപ്പുഴി അഴിമുഖത്ത് മണൽത്തിട്ടയിൽ വള്ളം ഇടിച്ചു കയറി അപകടം പതിവായിരുന്നു. നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി. ഈ സാഹചര്യത്തിലാണ് അഴിമുഖത്ത് രൂപപ്പെട്ട മണൽത്തിട്ട നീക്കണമെന്ന ആവശ്യം ശക്തമായത്. ഇന്ന് രാവിലെ 6 മണിയോടെ 300ഓളം മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിക്കുകയായിരുന്നു. അഞ്ചുതെങ്ങ് മുതൽ പെരുമാതുറ വരെയും പൂന്തുറയിലും ശക്തമായ പ്രതിഷേധമുയർന്നു. സമരക്കാർ കയർ കുറുകെ കെട്ടി ഗതാഗതം തടഞ്ഞു. തുടർന്ന് ഫിഷറീസ് സെക്രട്ടറി അബ്ദുൽ നാസർ മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച മുതൽ മണൽ നീക്കം ചെയ്യാമെന്ന് ഉറപ്പു നൽകി. തൂത്തുക്കുടി, ചേറ്റുവ എന്നിവിടങ്ങളിൽ നിന്ന് ഇതിനായി ഡ്രഡ്ജർ എത്തിക്കും. ഇതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ധാരണയായത്. വാക്ക് പാലിച്ചില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മുതലപ്പുഴി സംരക്ഷണ സമിതി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ ചക്കരക്കലിൽ തെരുവുനായ ആക്രമണം. 30-ലേറെ പേർക്ക് കടിയേറ്റു. ആക്രമിച്ച നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ 6:30യോടെയാണ് തെരുവുനായ ആക്രമണം. പുതുവാച്ചേരി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന സ്ത്രീയെ ആദ്യം കടിച്ചു. പിന്നാലെ ഇരുവേരി, RV മെട്ട, പാനേരിച്ചാൽ പ്രദേശങ്ങളിലുള്ളവരാണ് നായയുടെ ആക്രമണത്തിനിരയായത്. കുട്ടികൾക്കും കടിയേറ്റു. ചക്കരക്കൽ മേഖലയ്ക്ക് 10 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു ആക്രമണം. വീടിന്റെ വരാന്തയിലിരുന്ന കുട്ടിയെയും നായ വെറുതെ വിട്ടില്ല. അടുക്കളയിൽ ജോലി ചെയ്തു നിന്ന വീട്ടമ്മയും ആക്രമണത്തിനിരയായി. പലരും നിലത്ത് വീണതോടെ മുഖത്തടക്കം ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ആക്രമിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ന്യൂസ് 18 കണ്ണൂർ. മെഡിക്കൽ വേസ്റ്റ് തള്ളിയെന്ന വിവാദത്തിന് പിന്നാലെ കേരളത്തിലെ തെരുവു നായ്ക്കളെ തമിഴ്നാട്ടിൽ ഉപേക്ഷിച്ചതായി ആക്ഷേപം.
അതിർത്തി പ്രദേശത്ത് നായ്ക്കളെ കൊണ്ട് ഉപേക്ഷിക്കുന്നതായാണ് ആരോപണം. കന്യാകുമാരിക്ക് സമീപം റോഡിൽ നായ്ക്കളുമായുള്ള വാഹനം കണ്ടെത്തി. എന്നാൽ വാക്സിനേഷനായാണ് ഇവയെ എത്തിച്ചതെന്നാണ് ഡ്രൈവറുടെ മൊഴി. ഇടുക്കി പരുന്തുംപാറയിൽ 17 ഹെക്ടറോളം സർക്കാർ ഭൂമി കയ്യേറാൻ ശ്രമം നടന്നുവെന്ന് മന്ത്രി കെ രാജൻ. കയ്യേറ്റത്തിന് പിന്നിൽ റവന്യൂ ജീവനക്കാരുടെ പങ്ക് കണ്ടെത്താനായിട്ടില്ല. സബ് കളക്ടറുടെ മേൽനോട്ടത്തിൽ 15-അംഗ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയാണെന്നും മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. ഭൂമികൾ ആവശ്യമായി വരുമോ എന്നത് സംബന്ധിച്ചും പൊതുമരാമത്തിന്റെ വകുപ്പിൽ മാത്രമേ ആധികാരികമായി പറയാൻ സാധിക്കൂ. സാർ, 2009 സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട കോന്നി അരുവാപ്പുലത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. അരുവാപ്പുലം ക്യാമ്പിൽ തെക്കേതിൽ വിജയകുമാറിനാണ് പരിക്കേറ്റത്. അരുവാപ്പുലം ഭുവനേശ്വരി ക്യാമ്പിൽ ഭാഗത്തായിരുന്നു ആക്രമണം നടന്നത്. ഇടുക്കി ആനയിറങ്കലിൽ കാട്ടാന ചരിഞ്ഞു. പുതുപ്പരട്ട് മേഖലയിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കുഴിയിൽ വീണ് ചരിഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. 8 വയസ്സുള്ള കുട്ടിയാനയാണ് ചരിഞ്ഞത്. പത്തനംതിട്ട കോന്നി കല്ലേലിപ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കടിയാർ ഭാഗത്ത് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടി പരിക്കേറ്റ് ചരിഞ്ഞതാണെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. നെയ്യാറ്റിൻകര മാവിളക്കടവിൽ 70-കാരൻ കുത്തേറ്റ് മരിച്ചു. മാവിളക്കടവ് തീപ്പെട്ടി കമ്പനിക്ക് സമീപം താമസിക്കുന്ന ശശിയാണ് അയൽവാസിയുടെ കുത്തേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുനിൽ ബോസിനെ പൊഴിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓട്ടോ തൊഴിലാളിയാണ് സുനിൽ ബോസ്. ഇടുക്കി മുരിക്കാശ്ശേരിയിൽ മധ്യവയസ്കനെ വീടിന് സമീപമുള്ള തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 16-ാം കണ്ടം മുണ്ടയത്ത് അബ്ദുൾ കരീമാണ് മരിച്ചത്. അപസ്മാര രോഗബാധിതനാണ് മരിച്ച അബ്ദുൾ കരീം. രാവിലെ 10 മണിയോടെ സമീപവാസിയാണ് അബ്ദുൾ കരീം വീടിന് സമീപത്തെ തോട്ടിൽ വീണ് കിടക്കുന്നത് കണ്ടത്. ഉടനെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തിരുവനന്തപുരം വർക്കലയിൽ ലഹരി ഉപയോഗിച്ച ശേഷം സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അതിക്രമം നടത്തിയ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഐരൂർ തേരിക്കൽ കുന്ന് സ്വദേശി രഞ്ജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇലകമൺ ഹരിഹരപുരം സെന്റ് തോമസ് UP സ്കൂളിൽ ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ആക്രമണം. ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളായതോടെ പ്രതിഷേധത്തിലാണ് കോഴിക്കോട് കാരശ്ശേരിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. വേതനമില്ലെങ്കിൽ ഇനി തൊഴിലുറപ്പ് ജോലിക്ക് പോകില്ലെന്നാണ് തോട്ടയ്ക്കാടിലെ ആദിവാസി തൊഴിലാളികൾ പറയുന്നത്. കാരശ്ശേരി പഞ്ചായത്തിലെ ആദിവാസി മേഖലയാണ് തോട്ടേക്കാട്. ഇവിടത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വലിയ പ്രയാസത്തിലാണ്. 200 ദിവസത്തിലധികം ജോലി ചെയ്തു. പക്ഷേ ചെയ്ത ജോലിക്ക് കൂലി കിട്ടാത്തതാണ് ഇവരെ പ്രയാസത്തിലാക്കുന്നത്. 3 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ഇതോടെയാണ് പ്രതിഷേധം. തോട്ടേക്കാട് അങ്ങാടിയിലെ റേഷൻ കടയ്ക്ക് സമീപം കഞ്ഞി വെച്ചായിരുന്നു പ്രതിഷേധം. ഞങ്ങൾ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും പണിക്ക് വരുന്നത്. 10, 60, 70 വയസ്സ്, 80 വയസ്സിന്റെ അടുത്ത് പ്രായമുള്ളവരൊക്കെ പണിക്കുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൂലി കിട്ടാത്ത മൂലം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. 3 മാസത്തോളമായി ഞങ്ങൾക്ക് കൂലി ലഭിച്ചിട്ട്. പലവട്ടം അധികൃതരോട് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ. തൊഴിലുറപ്പ് തൊഴിലാളികളായി നിൽക്കുന്ന നിരവധിയായ ആളുകളുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ 3 മാസക്കാലമായി ഇവരെടുക്കുന്ന തൊഴിലിന് കൂലി ലഭിക്കുന്നില്ല. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ പട്ടിണി പാവങ്ങളായ ട്രൈബൽ ജനവിഭാഗത്തെ അവർക്ക് അനുവദിതമായ 200 ദിനം പണിയെടുക്കാൻ വേണ്ടി മാത്രം ഇവരെ നിർബന്ധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നടപടിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം ചടയമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. MC റോഡിൽ ചടയമംഗലത്തായിരുന്നു സംഭവം നടന്നത്. മീയണ്ണൂർ സ്വദേശിയായ ദിനേശ് ബാബുവും സഹോദരനും കുടുംബവുമാണ് കാറിലുണ്ടായിരുന്നത്. കാറിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ട് കുടുംബം പുറത്തേക്ക് ഇറങ്ങിയതോടെ തീ ആളിപ്പടരുകയായിരുന്നു. തുടർന്ന് കടയ്ക്കൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിൽ നടപ്പാതകളുടെ നവീകരണം പാതി വഴിയിൽ നിലച്ചു. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് കോടികൾ ചിലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനം.
പൊട്ടിപ്പൊളിഞ്ഞ നടപ്പാതകളിൽ വീണുള്ള അപകടങ്ങളും ഇവിടെ പതിവ് കാഴ്ചകളാണ്. ഈ ദൃശ്യങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ളതാണ്. കഴിഞ്ഞ മാസം അവസാനം കൊച്ചി കാണാൻ അമേരിക്കയിൽ നിന്നെത്തിയ 56-കാരി ഓർലിൻ നടപ്പാതയിൽ തട്ടി തലയടിച്ച് വീഴുകയായിരുന്നു. പിന്നീട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തദ്ദേശീയരും വിദേശീയരുമായ നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഫോർട്ട് കൊച്ചിയുടെ അവസ്ഥ ഇതാണ്. CSML കൊച്ചിയുടെ മുഖം മിനുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. നിരവധിയായ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ടെങ്കിലും ചിലതെല്ലാം പാതിവഴിയിലാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫോർട്ട് കൊച്ചിയിലെ നടപ്പാത നവീകരണം. പാതിവഴിയിൽ നിലച്ചുപോയ പദ്ധതി എന്ന് പൂർത്തിയാക്കുമെന്നതിനെക്കുറിച്ച് ആർക്കും വലിയ അറിവൊന്നുമില്ല. CSML വർക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഫോർട്ട് കൊച്ചി മേഖലയിലും മറ്റുള്ള പ്രദേശത്തും CSML 5 ഡിവിഷനുകളിലും വർക്ക് വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കോൺട്രാക്ടർമാർ പണിയെടുത്തതിന് ശേഷം പിന്നെ നാട്ടുകാരും നമ്മൾ കൗൺസിലർമാർ അവരുടെ പുറകെ പോകേണ്ട അവസ്ഥ. CSML വിളിച്ചിട്ടും CSML പല ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞിട്ട് പോലും കോൺട്രാക്ടർമാർ കേൾക്കാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ പല സ്ഥലങ്ങളിലും വർക്കുകൾ ചെയ്തിട്ട് അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കും അതിൻ്റെ ഫിനിഷിംഗ് വർക്കും ലാസ്റ്റ് വർക്കും അതിൻ്റെ സ്ലാബ് ഇടാനുള്ള വർക്ക് അടക്കം നമുക്കറിയാം. ഇവിടെ ഫോർട്ട് കൊച്ചി KB ജേക്കബ് റോട്ടിൽ 4 സ്ഥലങ്ങളിലായിട്ട് മാൻഹോളിലെ കവറേജ് ഒടിഞ്ഞിടക്കണേ. അത് മാസങ്ങളായി നമ്മൾ പറഞ്ഞിട്ടും നാളെ ഇതുവരെ നടപടിയായിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതിനൊക്കെ ഒന്നും ഫോളോ അപ്പ് ഇല്ല, ഒന്നും ഇതിന് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി ആരുമില്ല. അപ്പോൾ ഞങ്ങൾ കോർപ്പറേഷൻ ആളുകൾ ഇത് ആരെ സമീപിക്കണം എന്നുള്ള സ്ഥിതിയിലാണ് ഞങ്ങൾ കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ അവസ്ഥ. പദ്ധതി വൈകാതെ പൂർത്തീകരിക്കുമെന്നാണ് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് അറിയിക്കുന്നത്. അതുവരെയും ജനങ്ങളുടെ ദുരിതം തുടരും. കുറച്ച് കാലമായി ഇങ്ങനെ കിടക്കുന്നു. ഭയങ്കര മോശമായിരുന്ന റോഡ് ഇപ്പം ക്ലിയറായി, പക്ഷേ സ്ലാബൊന്നും ഇപ്പം നന്നാക്കിയിട്ടില്ല. കുറേ നാളായി ഇങ്ങനെ കിടക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഊർജ്ജ പ്രതിസന്ധിയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ് കോട്ടയം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി. പള്ളിയിലേക്ക് വേണ്ടത് കൂടാതെ പള്ളിവക സ്കൂളിനടക്കം ഇനി സോളാർ വൈദ്യുതി ലഭിക്കും. 1.5 ലക്ഷം രൂപ മാസം ലാഭം കിട്ടുന്നത് കൂടാതെ അധിക വൈദ്യുതി വിൽക്കാനും സംവിധാനം കൊണ്ട് സാധിക്കും. കിലോവാട്ട് ശേഷിയുള്ള ഓൺ ഗ്രിഡ് പ്ലാന്റാണ് പുതുപ്പള്ളി പള്ളിയിൽ സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിലെ ഏറ്റവും വലിയത്. വലിയ നോമ്പിനോടനുബന്ധിച്ച് ഹരിത നോമ്പ് ആചരിക്കാനുള്ള സഭാ നേതൃത്വത്തിന്റെ ആഹ്വാനം സ്വീകരിച്ചാണ് പുതിയ സംവിധാനം. ഇവിടെ നമ്മൾ ഏകദേശം ഒരു ദിവസം 650 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള സോളാർ പ്ലാന്റാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ബൈഫേഷ്യൽ ഹാഫ് കട്ട് ടോപ്പ് കോൺ മോഡലാണ് സ്ഥാപിച്ചത്. ഇതിനാൽ 30% നമുക്ക് എക്സ്ട്രാ പ്രൊഡക്ഷൻ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇതുവരെ വൈദ്യുതി ബില്ലായി മാസം ചെലവായ 1,65,000 രൂപ ഇനി ലാഭമാണ്. മാത്രമല്ല, പള്ളി പ്ലാന്റ് സ്ഥാപിച്ചതോടെ ഇത് ഏറ്റെടുത്ത് ഇടവകാംഗങ്ങൾ സ്വന്തം വീട്ടിൽ സൗരവൈദ്യുതി ഉപയോഗിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. മറ്റാരാധനാലയങ്ങളിൽ നിന്നും അന്വേഷണം വന്നു തുടങ്ങി. പ്രകൃതി വിഭവങ്ങൾ മാക്സിമം ഉപയോഗിക്കുക, അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നത്. അതുകൊണ്ടാണ് ഈ ഹരിത നോയമ്പിനോടനുബന്ധിച്ച് ഈ ഒരു ക്രമീകരണം നിർവഹിക്കത്തക്ക രീതിയിൽ പുതുപ്പള്ളി പള്ളി അത് തിരഞ്ഞെടുക്കുകയും 125 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുകയും ചെയ്തു. കേരളത്തിൽ ഈ 125 കിലോവാട്ടിൻ്റേത് ഈ ആദ്യമായിട്ടാണ് ഒരു പള്ളി അതുപോലെ ഒരു പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ടുള്ളത്. മറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ മത സൗഹൃദം ഉള്ള ഒരു സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ്. അത് എല്ലാവരും വളരെ ശ്ലാഘനീയമായ രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും വരികയും പറയുകയും അവർ വന്ന് കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട്. 570 വാട്ട്സ് വീതം പവറുള്ള 222 സോളാർ പാനലുകളാണ് സ്ഥാപിച്ചത്.
അധിക വൈദ്യുതി KSEBക്ക് വിൽക്കാൻ കഴിയുന്ന തരത്തിലാണ് പ്ലാന്റിന്റെ നിർമ്മാണം. 2.5 വർഷം കൊണ്ട് മുടക്ക് മുതൽ തിരിച്ചുപിടിക്കാനും കഴിയും. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പുതുറ വിഭവങ്ങളിലെ പ്രധാന താരമാവുകയാണ് മീത്തലെ ചമ്പാട് ജുമാ മസ്ജിദിലെ മസാലക്കഞ്ഞി. പ്രത്യേക ചേരുവകളിൽ തയ്യാറാക്കുന്ന മസാലക്കഞ്ഞിയുടെ രുചി തേടി നിരവധി ആളുകളാണ് നോമ്പ് തുറക്കാൻ മീത്തലെ ചമ്പാട് ജുമാ മസ്ജിദിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി മീത്തലെ ചമ്പാട് ജുമാ മസ്ജിദിലെ പ്രധാന നോമ്പുതുറ വിഭവമാണ് മസാലക്കഞ്ഞി. വ്യത്യസ്തമാർന്ന ചേരുവകളിലാണ് മസാലക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ബീഫ്, ചിക്കൻ എന്നിവയിൽ ഏതെങ്കിലും പ്രധാന ചേരുവയായി മസാലക്കഞ്ഞിയിൽ ഉണ്ടാകും. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ പോലും മസാലക്കഞ്ഞി തേടി എത്താറുണ്ട് എന്നാണ് മഹല്ല് സെക്രട്ടറി ഇ അഷ്റഫ് പറയുന്നത്. പല തരത്തിലുള്ള മസാലകളും ചേർത്തുകൊണ്ട് ശരീരത്തിന് ഒരു ഔഷധ ഗുണമുള്ള രൂപത്തിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. വളരെയധികം ശാരീരികമായിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അത് ആസ്വദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ രുചി നുകരാൻ വേണ്ടി പല ഭാഗത്തുനിന്ന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. മസാലക്കഞ്ഞിയുടെ പ്രാധാന്യം അറിഞ്ഞ് പല മസ്ജിദുകളിലേക്കും ഇവിടെ നിന്നും മസാലക്കഞ്ഞി കൊണ്ടുപോകാറുണ്ട് എന്ന് പാചകക്കാരനായ അഫ്സലും പറയുന്നു. സാധാരണ നോമ്പ് പറഞ്ഞാൽ നമുക്ക് എന്ത് കഴിച്ചാലും നെഞ്ഞരിച്ചിലും ഇതെല്ലാം ഉണ്ടാവും. ഇത് എരിവും പുളിയും അതെല്ലാം ഉണ്ട് ഇതിൽ. ഇത് കഴിച്ചാൽ നെഞ്ഞരിച്ചിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നല്ല റായത്തായിട്ടുണ്ടാവും. നസീർ ഇടവലത്ത്, TK ഫൈസൽ, TK ജലീൽ, ഇബ്രാഹിം മീത്തൽ, നോമ്പുതുറ കമ്മിറ്റി കൺവീനർ CP സലീം എന്നിവരാണ് കഞ്ഞി ഉണ്ടാക്കാൻ നേതൃത്വം നൽകുന്നത്. മസാലക്കഞ്ഞി ഏറെ ഔഷധപ്രദമാണ് എന്നും അത് നൽകുന്ന ഊർജം ചെറുതല്ല എന്നും വിശ്വാസികളും പറയുന്നു. ചമ്പാടിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ മസാലക്കഞ്ഞി. മസാലക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും പല ആൾക്കാരും വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് മസാലക്കഞ്ഞിയെ പറ്റിയിട്ട്. അതെല്ലാ റമദാൻ മാസത്തിലും എല്ലാ നോമ്പിലും ഇവിടെ പല ദിവസങ്ങളായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ഔഷധ കഞ്ഞിയാണ്. 10-15 വർഷത്തിന് മേലെ ഇവിടുന്ന് ഇത് ഉണ്ടാക്കിയിട്ട് പല വീട്ടുകാരും വന്നിട്ട് ഇവിടുന്ന് കൊടുക്കാറുണ്ട്. പല മഹലിൽ നിന്നും ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇത് കുടിച്ചാലും നല്ല നോമ്പ് തുറന്നതിന് ശേഷം നല്ല ഉന്മേഷം ഉണ്ടാവും. ന്യൂസ് 18 കണ്ണൂർ. പുറംചട്ടയടക്കം ഖുറാന്റെ അതേ മാതൃകയിൽ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയിരിക്കുകയാണ് കാസർകോട്ടെ ഒരു വീട്ടമ്മ. അവരുടെ ഒരു വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ കൈയെഴുത്ത് പ്രതി. ഒരു വർഷത്തെ പരിശ്രമത്തിലൂടെ പുറംചട്ടയടക്കം ഖുറാൻ മാതൃകയിൽ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയിരിക്കുകയാണ് കാസർഗോഡ് മുഗൂർ റോഡിലെ ബൈത്തുൽ അറഫയിലെ ബദറുന്നീസ. 2024 ജനുവരി മുതൽ 2025 ജനുവരി വരെ 750 മണിക്കൂറുകൾ ചെലവിട്ടാണ് ബദറുന്നീസ ഈ കയ്യെഴുത്തുപ്രതി പൂർത്തിയാക്കിയത്. കാലിഗ്രഫിയോ ചിത്രകലയോ പഠിച്ചിട്ടില്ലാത്ത ബദറുന്നീസ ഇത്ര മനോഹരമായി ഖുറാൻ പതിപ്പ് തയ്യാറാക്കിയത് എങ്ങനെയാണ് എന്നാണ് പരിചയക്കാരെല്ലാം ചോദിക്കുന്നത്. പകർപ്പ് അതേ മാതൃകയിൽ തയ്യാറാക്കാൻ ഓരോ പേജിലും പുറംചട്ടയിലും ചിത്രപ്പണി ആവശ്യമായിരുന്നു. കാലിഗ്രഫി എഴുതുന്ന പേനയും പേപ്പറും ഒന്നും അതുവരെ കണ്ടിട്ട് പോലുമില്ല ബദറുന്നീസ. ബുക്ക് സ്റ്റോളിൽ പോയി ചോദിച്ചു മനസ്സിലാക്കിയാണ് ഇവ വാങ്ങിയത്. ഓൺലൈനായി ഖുറാൻ പഠനത്തിന് ചേർന്നതോടെയാണ് ഖുറാൻ എഴുതണമെന്ന് തോന്നിയത്. ഭർത്താവ് അബ്ദുള്ള പ്രവാസിയായിരുന്നു. 4 മക്കളും വിദേശത്തേക്ക് പോയതോടെയാണ് കിട്ടിയ ഒഴിവു സമയത്ത് കയ്യെഴുത്തുപ്രതി തയ്യാറാക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 6 വർഷമായി ഖുറാൻ വിദ്യാർത്ഥി കൂടിയാണ് ബദറുന്നീസ. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം വെണ്ടല്ലൂർ കർഷക കൂട്ടായ്മ നേതൃത്വം നൽകുന്ന ഡ്യൂ സ്റ്റാർ മെലൺ തണ്ണിമത്തൻ വിളവെടുത്തു. ജനപ്രതിനിധികളും നാട്ടുകാരും വിളവെടുപ്പിന്റെ ഭാഗമായി. വെണ്ടല്ലൂർ പൈങ്കണ്ണൂരിലെ 3 ഏക്കറിലെ തണ്ണിമത്തൻ ആണ് 100 മേനി വിളഞ്ഞത്. വെണ്ടല്ലൂർ പൈങ്കണ്ണൂരിലാണ് 3 ഏക്കറിൽ തണ്ണിമത്തൻ കൃഷി വിളവെടുപ്പ് നടന്നത്. വെണ്ടല്ലൂരിലെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ കൃഷിയും വിളവെടുപ്പും. ആദ്യ വിൽപ്പനയും തണ്ണിമത്തനുകൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നതിനായി തയ്യാറാക്കിയ വെബ്സൈറ്റ് ഉദ്ഘാടനവും ലോഗോ പ്രദർശനവും വിളവെടുപ്പിനൊപ്പം നടന്നു. യാതൊരു രാസകീടനാശിനികളും ഉപയോഗിക്കാതെയാണ് ഡ്യൂ സ്റ്റാർ കർഷക കൂട്ടായ്മ തണ്ണിമത്തൻ വിളയിച്ചത്. തുടർച്ചയായി 6ാം വർഷമാണ് ഡ്യൂ സ്റ്റാർ ഫാം കൃഷി ചെയ്തു വരുന്നത്. ഏകദേശം 100 ടൺ വിളവാണ് പ്രതീക്ഷിക്കുന്നത്. ഫാമിൽ വന്ന് വാങ്ങുവാനുള്ള വിശാലമായ പവലിയന് പുറമെ 7 കിലോമീറ്റർ ചുറ്റളവിൽ ഡോർ ഡെലിവറിയും സജീവമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. നാടിനെ മാലിന്യമുക്ത
വുമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നാടകം. കൊല്ലം പരവൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നാടകത്തിലൂടെ ശുചിത്വ സന്ദേശം പകരാൻ ഒരുങ്ങുന്നത്. സമ്പൂർണ്ണ ശുചിത്വ നഗരസഭ എന്ന ബഹുമതിയിലേക്കുള്ള പ്രയാണത്തിലാണ് പരവൂർ നഗരസഭ. ശുചിത്വ സന്ദേശം പ്രചരിപ്പിക്കാൻ എന്തു ചെയ്യുമെന്ന ചിന്ത ചെന്നു നിന്നത് നാടകത്തിലാണ്. തൊഴിലാളികൾക്കൊപ്പം നഗരസഭ അധികൃതർ കൂടി ഒപ്പം നിന്നതോടെ നാടകം തയ്യാർ. തൊഴിലാളികളുടെ അനുഭവങ്ങളും കൂടി ചേർത്ത് നാടകം എഴുതിയത് നാട്ടുകാരനും നാടക പ്രവർത്തകനുമായ വേണു. സംവിധാനം സുൻകൻ പരവൂർ. ഈ നാടകം നമ്മുടെ മാലിന്യമുക്ത കേരളം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ പ്രഖ്യാപനവും പരിപാടികളുമായി ബന്ധപ്പെട്ടൊരു നാടകം വേണമെന്ന് നമ്മുടെ തൊഴിലുറപ്പുകാർ ആലോചിക്കുകയും അവരാവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകം രൂപപ്പെട്ട് വരുന്നത്. ഇതൊരു പക്കാ സ്ക്രിപ്റ്റാക്കിക്കൊണ്ടല്ല പരിപാടി തുടങ്ങിയത്. ഈ ഇതിലിപ്പോൾ പങ്കെടുക്കുന്ന 10 തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളുമായി കൂടെ ഇരുന്ന് ആ ചർച്ച ചെയ്തിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങൾ അവർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെ നാടകത്തിലെ ഓരോ ഡയലോഗും തന്നെ ചെയ്തിരിക്കുന്നത് അതാത് തൊഴിലാളികളുടെ ആണ്. ആ ഡയലോഗുകളെല്ലാം തയ്യാറാക്കിയത്. നഗരസഭാ ഓഫീസിന് സമീപത്തെ ജി ദേവരാജൻ സ്മാരക പാർക്കാണ് നാടക പരിശീലനത്തിന്റെ വേദി. ഉച്ചവരെ തൊഴിലുറപ്പ് ജോലി, അതിനുശേഷം നാടക പരിശീലനം. അതാണ് രീതി. ഒരു തെരുവ് നാടകം സംഘടിപ്പിക്കാം, മാലിന്യമുക്ത കേരളത്തെക്കുറിച്ച് ആകട്ടെ എന്ന് കരുതി വേണു പരവൂർ നാടകം എഴുതുന്ന ആ പുള്ളിക്കാരനെ കണ്ട് പറയും. പിന്നെ അതാണ് അങ്ങനെ വന്നതാണ് ഇതിപ്പോൾ ഇതായിട്ട് വന്നത്. സമ്പൂർണ്ണ ശുചിത്വ നഗരസഭാ പ്രഖ്യാപനത്തിന് മുന്നോടിയായി നഗരസഭയിലെ എല്ലാ വാർഡുകളിലും നാടകം അവതരിപ്പിക്കും. ന്യൂസ് 18 പരവൂർ. പ്രഭാഷകനും നിരൂപകനും പുരോഗമന കലാസാഹിത്യ സംഘം മുൻ ജനറൽ സെക്രട്ടറിയുമായ പി അപ്പുക്കുട്ടൻ മാസ്റ്റർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. പയ്യന്നൂർ മൂരിക്കുവൽ ശ്മശാനത്തിൽ നാളെ രാവിലെ 11 മണിക്കാണ് സംസ്കാരം. 1996 മുതൽ 2001 വരെ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയായിരുന്നു. പി അപ്പുക്കുട്ടന്റെ മരണം പുരോഗമന സാംസ്കാരിക സമൂഹത്തിന് കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പരേതയായ CP വത്സലയാണ് ഭാര്യ. CP സരിത, മാതൃഭൂമി ചീഫ് കറസ്പോണ്ടന്റ് CP ശ്രീഹർഷൻ, CP പ്രിയദർശൻ എന്നിവരാണ് മക്കൾ. ശുചിത്വത്തോടൊപ്പം സാമൂഹ്യ സുരക്ഷാ, ക്രമസമാധാന പാലനം, മയക്കുമരുന്ന് വ്യാപനം തടയുക എന്നിവ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയാണ് കൊണ്ടോട്ടി നഗരസഭ. ഇതിന്റെ ഭാഗമായി നഗരസഭയിലെ 10 പ്രധാന കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ് നഗരസഭ. വലിയ ലക്ഷ്യവുമായാണ് കൊണ്ടോട്ടി നഗരസഭ പരിധിയിലെ പ്രധാന സ്ഥലങ്ങളിൽ 10 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മാലിന്യം വലിച്ചെറിയൽ മാത്രമല്ല, മേഖലയിൽ നടക്കുന്ന സംഭവങ്ങൾ കൂടി നിരീക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് പിന്നിലുള്ളത്. CCTV ക്യാമറകളുടെ ദൃശ്യങ്ങൾ അതത് കൗൺസിലർമാരുടെ മൊബൈലിൽ കാണാം. ചേലോടെ കൊണ്ടോട്ടി സമ്പൂർണ്ണ മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നഗര ശുചീകരണത്തിന് പ്രാമുഖ്യം നൽകുന്ന ക്യാമറകൾ സ്ഥാപിച്ചത്. കോളത്തൂർ, നയാബസാർ, ഹജ്ജ് ഹൗസ്, ദയാനഗർ, ബസ് സ്റ്റാൻഡ്, നേടിയിരിപ്പ്, ചെരുപ്പടിമല, അരീക്കോട് റോഡ് ജംഗ്ഷൻ, മണ്ണാറിൽ എന്നീ 10 കേന്ദ്രങ്ങളിലാണ് ആദ്യഘട്ടമായി CCTV ക്യാമറ സ്ഥാപിച്ചത്. ശുചിത്വത്തോടൊപ്പം സാമൂഹ്യ സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനും CCTV സഹായകമാകും. എല്ലാത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പിഴ ഉൾപ്പെടെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. എപ്പോഴും നമുക്കറിയാം, മാലിന്യം വലിച്ചെറിയരുത് എന്നുള്ള സന്ദേശങ്ങൾ കൊടുത്താലും അതിനെ ഒരു ഫൈൻ എന്നുള്ള സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നും കൂടെ നമ്മളെ നാടിനെ മൊഞ്ചാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഉൾക്കണ്ണ് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ചതാണ് CCTV സ്ഥാപിക്കുക എന്നുള്ളത്. ഇപ്പം ഒരു 10 CCTV നമ്മൾ സ്ഥാപിച്ചു. ക്യാമറ സ്ഥാപിച്ചതിന് ശേഷം മാലിന്യം വലിച്ചെറിഞ്ഞ ഒരാളെ പിടികൂടി പിഴ ഈടാക്കി. വഴിയിൽ നഷ്ടപ്പെട്ട പേഴ്സ് മറ്റൊരാൾ എടുത്തുകൊണ്ടു പോകുന്നതും ക്യാമറയിൽ പതിഞ്ഞിരുന്നു. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന തോടിൻ്റെയും മറ്റു സ്ഥലങ്ങളിലെ ഓരങ്ങളിലുമാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതാത് ക്യാമറകൾ അതാത് വാർഡിലെ കൗൺസിലറുടെ മൊബൈൽ ഫോണിൽ കണക്റ്റഡാണ്. ഇങ്ങനെ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഏറ്റവും 25,000 രൂപ വരെ കനത്ത ശിക്ഷ നൽകുന്ന, പിഴ നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കും. ചേലോടെ കൊണ്ടോട്ടി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ടോട്ടി സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മിനി MCFകൾക്ക് പുറമെ 6 കണ്ടെയ്നർ MCFകൾ കൂടി ഉടൻ സ്ഥാപിക്കും. ന്യൂസ് 18 മലപ്പുറം.
ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 8310 രൂപ, പവന് 66,480 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,855 രൂപ, പവന് 54,840 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ, കിലോ 1,12,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.